ഹലോ എവരിവൺ, വെൽക്കം ടു സ്പ്ലിറ്റ് ക്രൊറേഷ്യ പാർട്ട് 4ലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ ഒരു പൂച്ചകളെയൊക്കെ തൊട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ വന്നത് ഞാൻ കയറിയത് 150 മേൽ സ്റ്റെപ്പുകളാണ്. അതും ചുറ്റും കാടുകളും ഇതേ കണക്കത്തെ പൂച്ചകളും ഒരു പ്രത്യേക വൈബാണ് ഈ ഒരു സംഭവങ്ങൾ. പക്ഷേ എന്തിനു വേണ്ടി നമ്മൾ ഈ ഒരു സംഭവത്തിൽ പോകുമ്പോൾ എന്തെങ്കിലും കാണണമല്ലോ. ഞാൻ പറയാണ്, നിങ്ങൾ സ്പ്ലിറ്റ് ക്രൊറേഷ്യ പോയാൽ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. എൻ്റെ ഒരു ഗൈഡ് എന്നെ കൊണ്ട് വന്നതാണ്. ബട്ട് സ്റ്റിൽ ഇതേ കണക്ക് നമുക്ക് വിശ്രമിക്കാനൊക്കെ സ്റ്റെപ്സും ഉണ്ട്. ഇപ്പോഴെങ്കിലും ചെറുതായിട്ട് കാണാം എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന്. ഇതിൻ്റെ മണ്ടേ കയറി കഴിഞ്ഞാൽ, ഇതിൻ്റെ ടോപ്പ് പീക്കിലെത്തിക്കഴിഞ്ഞാൽ ഒരു കിടിലൻ വ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് കയറിയതിനും സ്റ്റെപ്പ് കയറാത്തതിനും ഒരു കുഴപ്പമില്ല. ആ ഒരു ഒറ്റ വ്യൂ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ നല്ല രീതിക്ക് തളരും, എന്നാലും വിട്ടുകൊടുക്കരുത്. കാരണം നമ്മളിത് ഓരോ ഇത് പോകുന്തോറും സ്റ്റെപ്പുകൾ കൂടി വരും. ഇത് ആക്ച്വലി ഒരു ഹില്ലിൻ്റെ മണ്ടയിലാണ്. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി പോകണമെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ഇതിൻ്റെ അവസാനമുള്ള വ്യൂ, അതിന് വേണ്ടി മാത്രം കയറുക. ഇതിൻ്റെ മണ്ടയിൽ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ബ്രേക്കോ അങ്ങനെ സംഭവങ്ങളോ കഴിക്കണമെങ്കിൽ എൻ്റെ മണ്ടേ വന്നിരുന്ന ആ ഒരു വ്യൂവും കണ്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച് നമുക്ക് ഇതൊക്കെ പ്രൊഫൈൽ പിക്ചറിലൊക്കെ എടുത്തിടാം. ഈ ഒരു വ്യൂവും നമ്മളായിട്ട് നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം. ഈ ഒരു വ്യൂ കാരണം എൻ്റയർ സ്പ്ലിറ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂവും കണ്ട് നമുക്ക് ഫുഡും ആസ്വദിച്ച് ഒരു ബിയറൊക്കെ കുടിക്കുന്ന പറയുമ്പോൾ ബിയറൊക്കെ കുടിച്ച് ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് വൈബിങ് സ്പോട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ എൻറ്റയർ സ്പ്ലിറ്റ്, ആ ഒരു കടലും ആ ഒരു സിറ്റിയും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് കൂടുക, എൻജോയ് ചെയ്യുക. ഇതേപോലെ ഒരുപാട് യൂറോപ്യൻ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്തതിൽ കാണാം. സോ അതുവരെ സ്റ്റേ ട്യൂൺ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈഫ് എൻജോയ് ചെയ്യുക, ട്രാവൽ ചെയ്യുക, നമ്മളെ ഡ്രീമിന് വേണ്ടി പോവുക. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അല്ലാതെ സൊസൈറ്റിക്ക് വേണ്ടി ജീവിക്കരുത്.